ഹായ് എല്ലാവർക്കും മല്ലു സീരിയൽ റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ പവിത്രത്തിൻ്റെ എപ്പിസോഡ് നോക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നലെ ഫോൺ തപ്പിക്കൊണ്ടിരിക്കുകയാണല്ലോ വേദിയും വിക്രമും കൂടിയിട്ട്. അപ്പോൾ വിക്രുവിൻ്റെ ഫോണും വെച്ച് മറന്നല്ലോ വർക്ക്ഷോപ്പിൽ. അപ്പോൾ വിക്രു ചൂടായിട്ടാ ഫോൺ വേഗം തപ്പാന്നായി. അപ്പോൾ പറയേണ്ടത് വേഗം തപ്പിയെടുക്കടി ഫോൺ എന്ന് പറഞ്ഞിട്ട് അയ്യടാ അവനവൻ്റെ കാര്യം വന്നപ്പോൾ എന്താന്ന് പറഞ്ഞിട്ട് പിന്നെ രണ്ടുപേരും ഗംഭീര തപ്പിലാണ് എല്ലായിടത്തും തപ്പിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വേണം ഫോൺ കിട്ടിയിട്ട് വേണം എനിക്കൊന്ന് എൻ്റെ ഫോണിലേക്ക് വിളിക്കാമെന്ന് പറഞ്ഞിട്ടാണ് വിക്രു ഇരിക്കുന്നത്. ഈ സമയം ശ്രീനിവാസൻ്റെ വീട്ടിലാണെങ്കിൽ അദ്ദേഹം കുളിച്ചു വന്നിട്ടുണ്ട് കേട്ടോ, ഭക്ഷണം കഴിക്കാതിരിക്കുകയാണ്. അപ്പോൾ ഭാര്യയുടെ മനസ്സിലിതുണ്ട്, പൊളിക്കാൻ പറഞ്ഞ കാര്യങ്ങളുണ്ട് കേട്ടോ, എങ്ങനെയെങ്കിലും വിക്രമിനെ തിരിച്ച് വരുത്തണം എന്നാണ് ഇപ്പോൾ അവരുടെ ഉദ്ദേശം. അപ്പോൾ സാറിനാണെങ്കിൽ ഒരു ഉഷാറില്ല, ഇങ്ങനെ ഇരുന്ന് ഭക്ഷണം കഴിക്കണം. അപ്പോൾ ഒരുമിച്ചിരുന്ന് കഴിക്കണ്ട കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്താ വല്ല വിഷമമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ, അതോ വല്ല വയ്യായികയുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് സാറിൻ്റെ അടുത്ത്. അപ്പോൾ സാറ് പറയുന്നുണ്ട് ഒന്നുമില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഞാൻ പറയട്ടെ നിങ്ങളുടെ വിഷമത്തിൻ്റെ കാരണം എന്താണെന്ന് എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് വിക്രം. അവനല്ലേ നിങ്ങളുടെ വിഷമത്തിൻ്റെ കാരണം, അവനൊരു ആവശ്യം വന്നപ്പോൾ നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റിയില്ല, നിങ്ങളെ കാണാൻ വന്ന അവനെ ഞാൻ സമ്മതിച്ചില്ല, അതല്ലേ നിങ്ങളുടെ പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സാറ് പറയേണ്ടത് അതന്നെ, ആ ഒരു കുറ്റബോധം എനിക്കുണ്ട്, അവനോട് എന്ത് പറയാം, അവൻ്റെ മുഖത്ത് നോക്കാൻ എങ്ങനെയാണെന്നുള്ളത് വെച്ചിട്ടാണ് ഞാൻ വിളിക്കാത്തതെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഭാര്യ പറയണ്ടേ അതൊന്നും കുഴപ്പമില്ല, നിങ്ങൾ സാർ വിളിച്ചു കഴിഞ്ഞാൽ അവൻ ഈ പഠിക്കലുണ്ടാവും എന്ന് പറയുന്നുണ്ട് കേട്ടോ. തെറ്റ് എൻ്റെ ഭാഗത്ത് തന്നെയാണ്, ഞാനാണ് നിങ്ങളെ കാണാൻ സമ്മതിക്കായിരുന്നത്, നിങ്ങളുടെ ഭാവിക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ സമ്മതിക്കാതിരുന്നതെന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് കാര്യമാക്കണ്ട, എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് നിങ്ങൾക്ക് എത്രമാത്രം വേണ്ടപ്പെട്ടവനായിരുന്നു വിക്രം എന്നുള്ളത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും നിങ്ങൾ വിളിച്ചവൻ വരാതിരിക്കില്ല, അന്ന് അവൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട സമയത്ത് ആരും ഇല്ലാതെ നിങ്ങളല്ലേ കൂടെ ഉണ്ടായിട്ടുള്ളൂ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സമയത്ത് ഞാൻ കൂടെ നിന്നു, എന്നിട്ടിപ്പോൾ ഈ കേസ് വന്നപ്പോൾ ഞാനിട്ട് അവനെ സഹായിച്ചില്ല, അത് അവൻ്റെ മനസ്സിലുണ്ടാവുമോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അതൊന്നും ഉണ്ടാവില്ല, നിങ്ങൾ ഈ ഭക്ഷണം കഴിഞ്ഞിട്ട് അവനൊന്ന് വിളിച്ചു നോക്കുക, അവൻ എന്തായാലും വരും എന്ന് പറയുന്നുണ്ട് കേട്ടോ. സാറ് സമാധാനമായിട്ടിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. ഈ സമയത്ത് അമ്മ കവലയിൽ നിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ അച്ഛൻ ഓട്ടോറിക്ഷ വിളിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് പറഞ്ഞു നീ ഇവിടെ നിൽക്കും, ഞാൻ അപ്പോൾ വരാമെന്ന് പറയുന്നുണ്ട്. എവിടേക്കാന്ന് നോക്കിയപ്പോൾ വീട്ടിലേക്കാണ്, കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ട് അത് കൊണ്ടുവച്ചിട്ട് വരാമെന്ന് പറയുന്നത്. എന്നാൽ ഞാൻ അവിടെ നിന്ന് നടന്നേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് ചിലപ്പോൾ വേദിയും വിക്രവും കൂടിയിട്ട് അമ്പലത്തിൽ പോയിട്ടുണ്ടാവും, അപ്പോൾ വാതിൽ പൂട്ടിയേക്കണേ എന്ന് പറയുന്നുണ്ട് കേട്ടോ, ബാക്കിൽ ഗ്രില്ലൊക്കെ ഒന്ന് പൂട്ടിക്കോളൂ എന്ന് പറയുന്നുണ്ട്. എന്നും പറഞ്ഞിട്ട് മാഷ് വണ്ടി കയറി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ മാഷിൻ്റെ ഡ്രൈവർ ചോദിക്കുന്നുണ്ട് ഇപ്പോഴത്തെ കാലത്തെ പെണ്ണുങ്ങൾക്കൊക്കെ ടെൻഷൻ കൂടുതലല്ലേ മാഷേ എന്ന് പറയുന്നുണ്ട്. അത് ടെൻഷനല്ലടോ, അതിൻ്റെ പേര് കരുതലെന്നാ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേദയും വിക്രമം ഇവിടെ തപ്പിയിട്ട് പെട്ടെന്ന് വേദ പറയുന്നുണ്ട് രാവിലെ അമ്മ എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ മേടിച്ചിട്ടുണ്ടായിരുന്നു, അച്ഛൻ്റെ മുറിയിലുണ്ടാവും എന്നും പറഞ്ഞിട്ട് ഇവരുടെ ഔട്ട് ഹൗസിൽ നിന്ന് അങ്ങോട്ട് പോവാണ് കേട്ടോ. എന്നാൽ വേഗം പോയി നോക്കുക എന്ന് പറയുന്നുണ്ട് വിക്രം. അത് കഴിഞ്ഞിട്ട് വിക്രം ഒന്ന് വിളിച്ച് ചോദിക്കുന്നുണ്ട് കേട്ടോ, കിട്ടിയോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ല എന്ന് പറയുന്നുണ്ട്. വിക്രം ദേഷ്യം വന്നിട്ട് വിക്രം വീട്ടിലേക്ക് പോയിട്ടുണ്ട്. എന്നിട്ട് രണ്ടുപേരും അച്ഛൻ്റെ റൂമിൽ ഭയങ്കര തപ്പലാണ് കേട്ടോ. അങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കട്ടിലുമെന്ന് ഫോൺ കിട്ടിയപ്പോൾ അതേ ഫോൺ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ വിക്രം കളിയാക്കി ഫോൺ വേഗം വിളിക്കുക എന്ന് പറഞ്ഞു, ഞാൻ വിളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അതെ ആദ്യം ഞാനേ മുത്തശ്ശി വിളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഫോൺ ഉണക്കി അയ്യോ ഫോണിൽ ചാർജില്ല എന്ന് പറഞ്ഞിട്ടാ. ഒന്ന് കുത്തി വെച്ചാൽ ഓണാവുന്നതല്ലേ എന്ന് പറഞ്ഞിട്ട് വേദ കുത്തി വയ്ക്കാൻ പോകുന്നുണ്ട്. ഫോൺ കുത്തി വെച്ചിട്ട് വേദ പറയുന്നുണ്ട് ചാർജിൽ കുത്തി വെച്ച് വിളിക്കാൻ പാടില്ല, വിളിച്ചു കഴിഞ്ഞാൽ എത്രയും ഫോൺ പൊട്ടി തെറിച്ചിക്കണു എന്ന് പറയുന്നുണ്ട് ഫോണ്. അപ്പോൾ വിക്രം പറയുന്നുണ്ട് എന്താ പിന്നെ എത്ര നന്നായിരുന്നു എന്ന് പറയുന്നുണ്ട് അയ്യടാ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇങ്ങോട്ട് കാട്ടി ഞാൻ വിളിക്കട്ടെ എന്ന് പറയുമ്പോൾ പറഞ്ഞു ഇവിടെ നമ്മൾ രണ്ടുപേരില്ലല്ലോ ഇത്തിരി സാവകാശം എന്താ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വിക്രം പറയുന്നുണ്ട് നീ പറഞ്ഞതൊക്കെ കേട്ട് നിൽക്കുക, ഞാനാരാ നിൻ്റെ വേലക്കാരനോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അല്ല എൻ്റെ വേലക്കാരനല്ല, ആ ശ്രീനിവാസൻ്റെ ബാല്യക്കാരനാ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ സാറിനെ കുറിച്ച് പറയുമ്പോൾ വിക്രം ദേഷ്യം വേണ്ട സാറിനെ കുറിച്ച് പറയരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പിന്നെയും വേദം അങ്ങനെ പറയാണ്. അപ്പോൾ അടിക്കാനായിട്ട് കൈ ഓങ്ങി കഴിഞ്ഞിട്ട് പിന്നെ അടിക്കാൻ പറ്റില്ലല്ലോ, ആ ദേഷ്യത്തിന് വിക്രം പോയിട്ട് വേദന ഫോൺ എൻ്റെ ഒരു ഫോൺ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അത് എടുത്തിട്ട് ഒറ്റ വലിച്ചെറിയില്ല. ഫോൺ വലിച്ചെറിയപ്പോൾ വേദയ്ക്ക് ദേഷ്യം വന്നു, പെണ്ണുങ്ങളെ നേരെ കൈ ഓങ്ങുന്നു കേട്ടോ എന്നും പറഞ്ഞിട്ട് കേട്ടോ. എന്നിട്ട് തലവണ എടുത്തിട്ട് അങ്ങനെ അടിക്കാൻ തുടങ്ങി വിക്രമിനെ. അങ്ങനെ ഗംഭീര അടി. അങ്ങനെ വിക്രമിൻ്റെ കയ്യിൽ തലവണ കിട്ടി, രണ്ടുപേരും അടിയോടടി അവിടെ പഞ്ഞി ആകെ കോളായി. അടിയുടെ ഇടയ്ക്ക് അച്ഛൻ്റെ കൊട്ടൻ ചുക്കാതി എന്തോ ഒരു തൈലം എന്തോ ഇവരുടെ കൈ തട്ടി പോയി തെറിച്ച് വിക്രമിൻ്റെ തലയിൽ കൂടി തന്നെ വീണിട്ടുണ്ട്. അപ്പോൾ വേദ ഗംഭീര ചിരിയിട്ടാ പൊട്ട നാറ്റം എടുക്കുന്നുണ്ട്. വിക്രം ഇങ്ങനെ മൂക്ക് പിടിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയണ്ടേ ഇവിടെ മനുഷ്യന്ന് പോയി കുളിക്കേ, അത് അച്ഛൻ കാലിൽ പറഞ്ഞ കൊട്ടൻ ചുക്കാതിയാണ്, ഭയങ്കര നാറ്റം ഉണ്ടാവും അതിനെന്ന് പറഞ്ഞിട്ടാ. അപ്പോൾ വിക്രം ദേഷ്യം വന്ന് നിൽക്കുക. വിക്രമിൻ്റെ മുഖം കണ്ടിട്ടാണെങ്കിൽ വേദയ്ക്ക് ചിരി സഹിക്കണമില്ല കേട്ടോ. എന്നിട്ട് ഒന്ന് പോയി കുളിക്കും മനുഷ്യ എന്ന് പറയുമ്പോഴേക്കും ഈ ഫോൺ എറിഞ്ഞ ഫോണുണ്ടല്ലോ, ഫോൺ ഒന്നും കൂടി അങ്ങോട്ട് ചവിട്ടി അങ്ങോട്ട് നീക്കിയിട്ടിട്ട്
വേഗം കുളിക്കാൻ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫോണിന് ഈ റൂം നിറച്ച് പഞ്ഞിയാണ്, അതിൻ്റെ അടിയിലൊക്കെയാണ് ഫോൺ കിടക്കണത്. ഇയാൾക്ക് എന്താ വട്ടാണോ ഒന്നും ചോദിച്ചിട്ട് നിൽക്കുന്നുണ്ട് വേദ. എന്നിട്ട് ആകെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ റൂം മൊത്തം, ഫോൺ കിട്ടണ്ടേ. ഈ സമയത്താണ് അച്ഛൻ വന്ന് കയറിയിട്ടുള്ളത്. അച്ഛൻ സാധനങ്ങൾ കൊണ്ട് ഇവിടെ അടുക്കളയുടെ അവിടെ കൊണ്ടുവച്ച് എല്ലായിടത്തും നോക്കുന്നുണ്ട് ഇവരേനെ. ഈ അച്ഛൻ്റെ റൂമിൽ മാത്രം അച്ഛൻ നോക്കണില്ല, അതിൻ്റെ ആവശ്യമില്ലല്ലോ. അത് കഴിഞ്ഞ് ഫുള്ളും തപ്പിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് അച്ഛൻ വീടിൻ്റെ ചുറ്റുപാടൊക്കെ നടന്ന് നോക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവസാനം അച്ഛൻ പറയുന്നത് നല്ല ഉത്തരവാദിത്തമുള്ള ഒരു ഭാര്യയും അവന് പറ്റിയ പെണ്ണും എന്ന് പറഞ്ഞിട്ട് ദേഷ്യം വന്നിട്ട് അച്ഛൻ പോയിട്ട് അകത്തുനിന്ന് ചാവി എടുത്തിട്ട് പൂട്ടി. വാതിൽ പൂട്ടിനെ അടയ്ക്കണ ശബ്ദം കേട്ടപ്പോൾ വേദ അപ്പോഴേക്കും ഫോൺ തപ്പി പിടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ആരിപ്പോൾ വാതിലടയ്ക്കണമെന്ന് വെച്ചിട്ട് വേദ റൂമിൽ നിന്ന് ഇങ്ങനെ ഹാളിലേക്ക് വരുന്നുണ്ട്. അപ്പോഴേക്കും അച്ഛൻ പുറത്തുനിന്ന് വാതിൽ പൂട്ടിലും കഴിഞ്ഞു. വേദ വന്ന് അതാരാന്ന് വെച്ചിട്ട് വേഗം ഇങ്ങനെ തട്ടുന്നുണ്ട് വാതിൽ. അപ്പോഴേക്കും അച്ഛൻ പുറത്ത് കിടന്ന് ഗേറ്റ് അടക്കം പൂട്ടി, ബാക്കിലും പൂട്ടി ഫ്രണ്ടിലും പൂട്ടി ഗേറ്റും പൂട്ടി, മൊത്തം പൂട്ടി. അപ്പോൾ വേഗം ജനലിൽ കൂടെ അങ്ങനെ വിളിക്കുന്നുണ്ട്, അച്ഛ പോവല്ലേ എന്ന് പറയുന്നുണ്ട്. അച്ഛൻ അപ്പോഴേക്കും അച്ഛൻ പുറത്ത് കിടന്നില്ലേ, ഗേറ്റും പൂട്ടി ഓട്ടോക്കാരനോട് വെയിറ്റ് ചെയ്തിട്ട് അച്ഛൻ നിന്നായിരുന്നു. ഓട്ടോ കയറി പോവുകയും ചെയ്തു. അപ്പോൾ വേദ പറഞ്ഞ തീരുമാനമായി എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ ഈ ശ്രീനി സാറാണെങ്കിൽ ഭക്ഷണം കഴിഞ്ഞ് വന്നിട്ട് നമ്മുടെ വിക്രുവിനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വിക്രുവിൻ്റെ ഫോണാണെങ്കിൽ സൈലൻറ്റിലുമാണ്, അത് ഇവിടെയാണ് വർക്ക്ഷോപ്പിലുമാണ്. അപ്പോൾ ആരും കേൾക്കണമില്ല, ഫോൺ അടിക്കണമെന്നും ആ വർക്ക്ഷോപ്പിലുള്ള ആരും കേൾക്കണമില്ല കേട്ടോ. അപ്പോൾ ഭാര്യ ചോദിക്കേണ്ടത് എന്തേ ഫോൺ അടിച്ചിട്ട് കിട്ടണില്ല എന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് റിങ് ഉണ്ട് പക്ഷേ എടുക്കണില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ, ഇനിയിപ്പോൾ ചിലപ്പോൾ ഇനി പരിഭവത്തിലെങ്ങാനാണോ, അങ്ങനെ ആവില്ല, ആണെങ്കിൽ തന്നെ എന്താ നേരിട്ട് കാണണം എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പുളിക്കനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് വർക്ക്ഷോപ്പിൽ വന്നിട്ട് നമ്മുടെ വിക്രുവിനെ നേരിട്ട് കൂട്ടിക്കൊണ്ട് ചെല്ലാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പുളിക്കാൻ വന്നിട്ടുണ്ട് വർക്ക്ഷോപ്പിലേക്ക്, എല്ലാവരും വിളിച്ച് നോക്കുന്നുണ്ട് ഫോണിലേക്ക് കേട്ടോ. അപ്പോൾ വന്നപ്പോൾ നമ്മുടെ അനിയൻകുട്ടൻ പറയും അങ്ങനെ വരാൻ വഴിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അനിയൻകുട്ടനും ഫോൺ വിളിച്ച് നോക്കുന്നുണ്ട്. എല്ലാവരും ഫോൺ അവിടെ ഇരിക്കുന്നത് ആരും കണ്ടിട്ടുമില്ല. അപ്പോൾ ജോസഫല്ലേ ഇപ്പോൾ പോയിട്ട് ഞാനിപ്പോൾ വീട്ടിൽ പോയിട്ട് കൊണ്ടാക്കി വന്നേ ഉള്ളൂ, തിരിച്ചെന്നെ വിളിക്കാമെന്ന് പറഞ്ഞതാണല്ലോ എന്നും പറയുന്നുണ്ട് കേട്ടോ. എല്ലാവരും വിളിക്കുന്നുണ്ട്, ആരും ഫോൺ അറിയണമില്ലല്ലോ. അപ്പോൾ പുളിക്കാൻ പറയേണ്ട അവരുടെ അടുത്ത് സാറാകെ ടെൻഷനില്ല, എത്രയും പെട്ടെന്ന് ഒന്ന് കാണാൻ പറയണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അനിയൻകുട്ടൻ പറയണ്ട സാറ് ഇപ്പോൾ അത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല, അവൻ വീട്ടിലല്ലേ, ജയിലിൽ പോകുന്നു വെച്ചിട്ട് 2-3 ദിവസം ഇരുന്ന സമയത്തൊന്നും സാറിന് ഇത്ര ടെൻഷൻ കണ്ടില്ലല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് അങ്ങനെയൊന്നും പറയല്ല അനിയൻകുട്ട എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പുളിക്കാൻ എന്നിട്ട് പറയുന്നുണ്ട് അത് സാറിൻ്റെ അപ്പോൾ അനിയൻകുട്ടി എന്ത് പറയല്ലേന്ന്, അന്ന് സാറിൻ്റെ രാഷ്ട്രീയ ഭാവിനെ കരുതിയിട്ട് സാറ് ചെയ്തില്ല, അത്രയല്ലേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. അതിൽ സാറിന് ഇപ്പോൾ കുറ്റപ്പൊന്നും തോന്നിക്കാണും, അതല്ലേ ഇപ്പോൾ ചെല്ലാൻ പറഞ്ഞേ എന്നും പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പുളിക്കാൻ പോവാണ്. അപ്പോൾ അപ്പോഴേക്കും നമ്മുടെ സജീവൻ വിളിച്ചു നോക്കുമ്പോഴേക്കും ഫോൺ ഓഫായി, സ്വിച്ച് ഓഫ് എന്നാണല്ലോ പറയണേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സജീവൻ ജോസഫിനെ വിളിച്ചിട്ട് പറയേണ്ടത് ഒന്ന് പോയി വിളിക്കുക, അവനോട് പറയുക എന്തായാലും ഒന്ന് തന്നെ സാറ് വിളിച്ചതല്ലേ, എന്തായാലും ഒന്ന് പോയി കാണാൻ പറയുമെന്ന് പറഞ്ഞിട്ട് ജോസഫിനെ ഇങ്ങോട്ട് വിട്ടിട്ടുണ്ട് കേട്ടോ. വീട് പൂട്ടി ഇത് പറഞ്ഞിട്ടില്ല, കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രീനി സാറ് നല്ല സ്നേഹത്തോട് കൂടിയിട്ടാണെങ്കിലും ശ്രീനി സാറിൻ്റെ ഭാര്യയുടെ ഉദ്ദേശം വേറെ ഒന്നുമല്ല, ശ്രീനി സാറിൻ്റെ ഗുണമുള്ള കാര്യത്തിൽ മാത്രം നമ്മുടെ വിക്രമിനെ കൂടെ നിർത്തുക, അല്ലാത്തപ്പോൾ വിക്രം വേണ്ട, അങ്ങനെ ഒരു ചിന്താഗതിയാണ് കേട്ടോ അവരുടെ മനസ്സിലുള്ളത്. അപ്പോൾ എന്തായാലും വേദയും വിക്രമിനെ ഇട്ട് പൂട്ടി പോയിട്ടുണ്ട്. ചിന്നിൻ്റെ അമ്മോട് പറയണത് നീ എന്താ പറഞ്ഞേ, വീട് പൂട്ടി പോയിണ്ടാവുന്ന, മൊത്തം തുറന്നിട്ടിട്ട് രണ്ടും കൂടി പോയിക്കണേ എന്ന് പറയുന്നുണ്ട്. ആണോ, വേദം അങ്ങനെ ചെയ്യില്ലോ എന്ന് പറയുന്നുണ്ട് അമ്മ. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട് അവൻ്റെ കൂടെയല്ലേ സഹവാസം എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് രണ്ടുപേരും കൂടി അവർ അതിൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡ് കേട്ടോ. അപ്പോൾ നാളത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് വീണ്ടും വരാം. ബൈ.